നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സർക്കാർ കനിയാത്തതിനാൽ ആശമാർ സമരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ്. സമരത്തിന്റെ 50ാം ദിവസമായ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്നും സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് സർക്കാർ പ്രതികാര നടപടി സ്വീകരിക്കുന്നുവെന്നാണ് സമരസമിതി വ്യക്തമാക്കുന്നത്. സമരം ചെയ്യുന്നവർക്ക് ഫെബ്രുവരി മാസത്തെ ഓണറേറിയവും ഇൻസെന്റീവും നൽകിയില്ലെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. സർക്കാർ നടപടി അങ്ങേയറ്റം ഖേദകരമാണെന്നും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ആശമാർ കടന്നുപോകുന്നതെന്നും സമരസമിതി പറഞ്ഞു. സർക്കാർ മാന്യമായ സെറ്റിൽമെന്റ് ഉണ്ടാക്കി സമരം തീർക്കാൻ നടപടിയെടുക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി 2 ഘട്ടങ്ങളിലായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടുവെന്നും മന്ത്രി ആദ്യം നിന്നിടത്ത് തന്നെയാണ് നിൽക്കുന്നതെന്നും സമരസമിതി നേതാവ് എസ് മിനി പറഞ്ഞു. ചർച്ചയിൽ മന്ത്രി മോശമായിട്ടാണ് പെരുമാറിയതെന്നും മിനി ആരോപിച്ചു. ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ലേലം വിളിയാണോ എന്നാണ് മന്ത്രി ചോദിച്ചത്. സർക്കാർ തിരുത്താൻ തയ്യാറാകണമെന്നും മിനി പറഞ്ഞു. വേതനം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം 47ാം ദിവസത്തിലാണിപ്പോൾ. 3 ആശമാരുടെ നിരാഹാര സമരം 8ാം ദിവസത്തിലേക്കും കടന്നു. സമരത്തോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ UDF ഭരണത്തിലുള്ള 10ലേറെ തദ്ദേശ സ്ഥാപനങ്ങൾ ആശമാർക്ക് അധിക വേതനം നൽകാൻ തനത് ഫണ്ടിൽ നിന്ന് തുക മാറ്റിവെച്ചിട്ടുണ്ട്. UDF ഭരിക്കുന്ന പെരുമ്പാവൂർ, മണ്ണാർക്കാട്, മരട് നഗരസഭകളും BJP ഭരിക്കുന്ന കോട്ടയം, മുത്തോളി ഗ്രാമപഞ്ചായത്തുമാണ് അധിക ഓണറേറിയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ സർക്കാർ അനുമതി നൽകിയാൽ മാത്രമാണ് പദ്ധതി നടപ്പാക്കാൻ സാധിക്കുക. അതിനാൽ ബജറ്റ് ചർച്ചയ്ക്ക് ശേഷം തദ്ദേശ സ്ഥാപനങ്ങൾ അനുമതി തേടി സർക്കാരിനെ സമീപിക്കും. സർക്കാർ അനുമതി നൽകിയില്ലെങ്കിൽ പദ്ധതി നടപ്പാക്കാനും സാധിക്കില്ല.